ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മജ്മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്കിന്ന് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ദ കറൻറ്റ് സിറ്റുവേഷൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് കോഡ്സ്, ആസ്ട്രോളജിക്കൽ ട്രേറ്റ്സ്, ട്രാൻസിറ്റ്സ്, ദ വാരിയേഴ്സ് ഓഫ് ലൈറ്റ്, യു ക്യാൻ ഡു ദിസ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും കൂടി എടുക്കാം. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ. വി ഹാവ് അട്രാക്ഷൻ കാർഡ്, വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗീവ് യുവർ റിലേഷൻഷിപ്പ് സെക്കൻഡ് ചാൻസ്, കോ ഡിപ്പെൻഡൻസി. ഓക്കെ, നമുക്ക് ടാരറ്റും കൂടി എടുത്ത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ദ 9 ഓഫ് കപ്സ്, ദ 10 ഓഫ് സൂട്ട്, ദ പേജ് ഓഫ് കപ്സ്, ദ 9 ഓഫ് പെൻഡക്കിൾ. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുകയാണ് കുറച്ചൊരു ഡിസ്റ്റൻസിലേക്ക്, ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള പേഴ്സൺസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ, അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻസി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ രണ്ടുപേരിൽ ഒരാൾക്ക് നല്ല രീതിയിലൊരു അഡിക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റൊരാളില്ലാതെ പറ്റില്ല എന്നുള്ള തോന്നിച്ചൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ഇല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മൂവ് ഓൺ ചെയ്യുകയാണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്ന സമയത്ത് ദ 9 ഓഫ് കപ്സ് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് സ്നേഹമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ടൈം ഒന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വെർത്ത് മനസ്സിലാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ അവർക്ക് ഒട്ടും അവരുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു തോന്നിച്ചുള്ളത് കൊണ്ടാകാം അവരെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെന്താണെന്നും നിങ്ങളുടെ വില എന്താണെന്നുള്ളതും ഇവിടെ ആ ഒരു പേഴ്സണ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ദ 9 ഓഫ് കപ്പ്, ദ 10 ഓഫ് സോഡ്, പേജ് ഓഫ് കപ്സ്, ദ 9 ഓഫ് പെൻഡക്കിൾ. ആ ഒരു പേഴ്സൺ ഒരുപാട് നാൾ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഉള്ളിൻ്റെ ആ ഒരു പേഴ്സൺ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാണിക്കാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള സമയത്തും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ വളരെയധികം ആ ഒരു പേഴ്സണോട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ അതേപോലെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവരെന്ന് പറയുന്നത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടു വരുന്ന കൂട്ടത്തിലല്ലാന്ന് തോന്നുന്നു. കാരണം ഉള്ളിലുള്ള സ്നേഹമൊക്കെ കുറച്ച് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നോർമലി ഉള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുള്ളത് ഇവിടെ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എത്ര തന്നെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ ഒരുപാടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ടുള്ളത്. നമുക്കിവിടെ അറ്റാച്ച്മെൻറ്റ് കോഡ്സ് എന്നുള്ളൊരു കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ന്യൂ ടു ഓപ്പൺ ടു ലവ്. അതായത് ഈ ഒരു റിയലൈസേഷൻ ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എന്ത് തന്നെ സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെ ഈ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ പേഴ്സൺ അവോയ്ഡ് ചെയ്താലും കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസാണ് കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളൊരു കാര്യം എനിക്കിവിടെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ്സ് എന്നുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ കാണിച്ചു തരുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ നല്ലോണം മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് ഒരുപാട് വെയിറ്റിംഗ് സൈൻ ഉണ്ട്. ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള അവർ മനസ്സറിഞ്ഞൊരു ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്കെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണോടുള്ള ഒരു സ്നേഹം കൂടുതൽ കൊണ്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ,
അതായത് ആ ഒരു പേഴ്സൺ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ വീണ്ടും ഒരു ചാൻസും കൂടി, ഒരുപാട് ചാൻസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ വീണ്ടും നിങ്ങളൊരു ചാൻസും കൂടി കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളതായിട്ട് കാണിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ 9 കപ്സും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു കപ്പ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു പേഴ്സൺ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്. പെട്ടെന്നൊന്ന് വന്ന് നിങ്ങളോട് ഒരു കാര്യം പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് തുറന്ന് പറയുക എന്നുള്ളതല്ല, ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ആഗ്രഹിക്കുന്നത്. കുറേ നാളുകളായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ല, ഒരു 9 മന്ത് അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ അടുത്തെത്തി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുമ്പോഴും ആ ഒരു പേഴ്സൺ വളരെയധികം കെയർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്. വാട്ട് ഈസ് ദെയർ തോട്ട്? വി ഹാവ് ദ വീൽ ഓഫ് ഫോർച്യൂൺ, ദ കിങ് ഓഫ് സോഡ്, ദ 3 ഓഫ് സോഡ്, wants energy, again wants energy, then the 3 of sword, 3 of sword, 3 of sword, the knight of sword. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് നാൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു മുഖംമൂടി അണിഞ്ഞൊരവസ്ഥ. കാരണം ആ ഒരു പേഴ്സൺ ഒരുപാട് ഹേർട്ട് ബ്രേക്കായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും ഓക്കെ ആണ് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച ഒരു പേഴ്സണാണ്. നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ കാണിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പോകെ പോകെ അങ്ങനെയല്ല എന്ന് തോന്നുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തെന്ന് വരും, അല്ലേ? ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെന്താണെന്നോ നിങ്ങൾ അങ്ങ് വീണ്ടും വീണ്ടും എഫേർട്ട് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ആ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം നമുക്കിവിടെ വായിച്ചെടുക്കാൻ. അതായത് അത്രക്കും നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ഹേർട്ട് ബ്രേക്ക് ചെയ്യിച്ചിട്ട് പോലും നിങ്ങൾ വീണ്ടും അവസരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഡിസ്റ്റൻസിൽ മാറി നിന്ന് നിങ്ങൾ ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരട്ടെ, അല്ലെങ്കിൽ ഒരു തെറ്റൊക്കെ തിരിച്ചറിഞ്ഞ് വരട്ടെ എന്നുള്ള ഒരു രീതിയിൽ എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. ഒരു ബ്രേക്ക്, നിങ്ങളിൽ ഒരാളെന്ന് പറയുന്നത് വളരെയധികം ഒരു ടയേർഡായിട്ടുള്ളൊരു എനർജിയാണ്. അത് മേ ബി ഈ ഒരു പേഴ്സണും ആവാം, നിങ്ങളും ആവാം, മേ ബി 2 പേരാവാനും ചാൻസ് ഉണ്ട് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്ത് പോയി വീണ്ടും അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ വീണ്ടും അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം ഇവിടെ. അതാണ് എനിക്കിവിടെ കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സണും അതേ രീതിയിൽ അനുഭവിക്കുകയാണ്. ആ ഒരു പേഴ്സൺ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ കാണിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ഉണ്ടെങ്കിലും, ആര് തന്നെ ഉണ്ടെങ്കിലും ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു വ്യക്തി ഒരു സ്പെഷ്യൽ, സംവൺ സ്പെഷ്യൽ എന്നൊക്കെ പറയില്ലേ, നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് അവർ ഏറ്റവും കൂടുതൽ സ്പെഷ്യലാണ്, അവരെന്തോ ആണ് എന്നുള്ള രീതിയിലൊക്കെ വളരെ അഹങ്കാരത്തോടെ മാറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. കാരണം എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അല്ലേ, അർഹതയിൽ കവിഞ്ഞ ഒരു സ്ഥാനമൊക്കെ ചിലർക്ക് കുറച്ചൊക്കെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അധികം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് അഹങ്കാരം ഉള്ളതിലും, അല്ലെങ്കിൽ അഹങ്കാരം കളിക്കുന്നതിലും പറയാനില്ല എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് എനിക്കിവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് അർഹതയിൽ കവിഞ്ഞൊരു സ്നേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അത് ആ ഒരു പേഴ്സണ് കിട്ടാതെ വരുമ്പോൾ വളരെയധികം ഹേർട്ട് ബ്രേക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ആ ഒരു പേഴ്സണെ പരിഗണിക്കാനും മനസ്സിലാക്കാനും നിങ്ങളോളം വേറെ ഒരാൾക്കും പറ്റില്ല. മേ ബി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു പേഴ്സണിൻ്റെ എടുക്കാൻ നിൽക്കുന്നതാകാം. അതായത് ചിലപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം. അത് ഡിപ്പെൻഡൻ്റ് ആണ്, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലാണ് ഇവിടെ കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൻ്റെ നല്ല ടൈമിലും മോശം ടൈമിലും ഒന്നും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ആഗ്രഹിക്കാതെ കൂടെ നിന്ന നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്താണ് ആ ഒരു പേഴ്സന് ഭയങ്കര ഒരു റിഗ്രറ്റിംഗ് എനർജി ഇപ്പോൾ തോന്നുന്നത്. വളരെയധികം ഹേർട്ട് ബ്രേക്കാണ്. നിങ്ങളിവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദ 3 ഓഫ് സോഡ്, 3 ഓഫ് സോഡ്, രണ്ട് ഡെക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഡെക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സാണ്. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിയുടെ അവസ്ഥയെ കാണിക്കുന്നതാണ്. അതായത് ഈ ഒരു 3 വാൾ ഒരുമിച്ച് കുത്തി ഇറക്കുക എന്ന് പറയുമ്പോൾ അത്രയും പെയിനാണ്. അതൊരിക്കലും മറ്റൊരാളുടെ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ
എങ്ങനെ പരിഹരിക്കണം എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് കാണിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു റിഗ്രറ്റിംഗ് എനർജിയിലൊന്നും ഒരാൾക്ക് ഒരുപാട് നാളൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്ന് എന്താണ്, നിങ്ങളെങ്ങനെയാണ് കാണുന്നത് നോക്കാം. അതായത് ഇപ്പോഴും നിങ്ങളോട് ദേഷ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. We have Queen of Pentacle, the Wheel of Fortune, the Page of Wands, okay, the King of Pentacle, Ace of Pentacle ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരോടുള്ള ഒരു സ്നേഹം ഒളിപ്പിച്ച് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്, വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് വീണ്ടും നിങ്ങളുടെ സമാധാനം കളയണം എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. മേ ബി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കാണുന്നത് നിങ്ങളെ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ട്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കാര്യം അവർ നോക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഓർക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പേഴ്സൺ ചെയ്തൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ കാണുന്നത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സൊക്കെ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അങ്ങനെ വെറുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ആ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടിരുന്നത്. അതായത് അത്രയും ഒരു വാല്യൂ കൊടുത്തിട്ട് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളെ വിഷമിപ്പിച്ച് തോർത്തിട്ട് ആ ഒരു പേഴ്സൺ വളരെയധികം ഒന്ന് മാറി നിൽക്കുന്നത്. അവർക്ക് എന്ത് തന്നെ ഫീലിങ്സ് ഉണ്ടെങ്കിലും കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു റിഗ്രറ്റാണ്. കാരണം നിങ്ങളോട് ചെയ്തു പോയതിനെക്കുറിച്ച് ഓർത്ത് അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊരു അവസരം ഉണ്ടെങ്കിൽ പോലും അവർ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, അവർക്ക് തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ വരാം എന്നുള്ള രീതിയിൽ. കാരണം അവർക്ക് ആവുന്ന പോലെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സമാധാനം കളയാനൊന്നും. കുറച്ച് ആൾക്കാർ അവിടെ എത്ര സ്വാർത്ഥനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഒരു നിശബ്ദമായിട്ട് കാത്തു നിൽക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് തേർഡ് പാർട്ടിയോ എന്ത് തന്നെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു പേഴ്സണ് ഒരിക്കലും നിങ്ങളുടെ സന്തോഷം കളയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നോക്കാം. വി ഹാവ് ദി 8 of Pentacles, the World card, the 2 of Cups, the 9 of Cups, and Ace of Pentacles. ഓക്കെ, ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണെ മറന്നു പോകാൻ പറ്റില്ല, പക്ഷേ ഒരിക്കലും വെറുക്കുന്നുണ്ടാകും എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരിവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും ആ ഒരു പേഴ്സണെ പരിഗണിക്കുന്ന സമയത്ത് അത്രയും ഒരു അവോയ്ഡിങ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത്രയും ഒരാൾക്കും ഇങ്ങനെയൊന്നും കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ട് അതിന് മാത്രം സ്നേഹിച്ചു എന്നല്ലാതെ വേറെ ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. കുറേ ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാർ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് തന്നെ ഒരു കൺട്രോളിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആരോട് ചാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊരു ചെറിയൊരു ഡൗട്ട് പോലെ ഉണ്ടായിട്ട് അവരോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ ആ ഒരു പേഴ്സണ് കൂടുതൽ ടൈം എടുക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കാനാണ്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സണെ മറന്നു പോകാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും അവർ നിങ്ങൾ ഓർക്കാൻ ടൈം കണ്ടെത്തുന്നത്. നിങ്ങൾ എത്ര അവോയ്ഡ് ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും അല്ല, അല്ലെങ്കിൽ അത്രയും ഓർമ്മകളൊന്നും അല്ല നിങ്ങളുടെ ഇടയിലുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതായത് കുറച്ച് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ഒരുപാട് ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ആ ഒരു പേഴ്സൺ ഒരു മിസ്സിങ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 2 of Cups എന്നൊക്കെ പറയുന്ന ഒരു സോൾമേറ്റ്, നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ആര് തന്നെ വന്നാലും അത്രമേൽ മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്നാൽ ചില കാര്യം ഇവിടെ മേ ബി വിശ്വാസവഞ്ചന എന്നുള്ളൊരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം ഓപ്പണായിട്ട് അവരോട് പറയുകയും അവർ വേറൊരാളുടെ അത് പറഞ്ഞ് അല്ലെങ്കിൽ അത് കളിയാക്കി വെച്ച ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അതെങ്ങനെയെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു റിഗ്രറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുന്ന
പറ്റുകയും ചെയ്യില്ല, എന്നാൽ വരുകയും വേണം. അങ്ങനെയുള്ള ഒരു എനർജി. കാരണം ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് സംസാരിക്കാതെ പോലും പറ്റില്ല എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം. ജെന്യുവൻലി ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് തോന്നുന്നത്. അതായത് നിങ്ങളുള്ള സമയമായിരുന്നു വളരെ സന്തോഷത്തോടുള്ള ഒരു ടൈമെന്നും, അപ്പോൾ നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നും, അതുപോലെ തന്നെ നിങ്ങളെ ഓപ്ഷനായിട്ട് കണക്കാക്കിയിട്ടുണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം. ഇതൊക്കെ അറിഞ്ഞ് തുടങ്ങാൻ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാലതാമസം വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെ നിങ്ങളെന്താണെന്നും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് കാലതാമസം വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാലത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു സിറ്റുവേഷൻ മാത്രം നോക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഒരു രീതിയിൽ നിങ്ങളോട് വളരെയധികം ഒരു ദയയും സ്നേഹവും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കാണിക്കുന്നത്. ഓക്കേ, കുറച്ച് വൈകിട്ടാണെങ്കിലും ചിലവർക്കൊരു കുറ്റബോധവും തിരിച്ചറിവും ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത്. ഓക്കെ, ഏജ് ഓഫ് വോൺസ്, ദ 10 ഓഫ് സോഡ്, ദ ക്യൂൻ ഓഫ് വോൺസ്, ദി എംപറർ. ഓക്കെ, നമുക്ക് ഇതും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ. ഇന്നർ ചൈൽഡ്, ഫിസിക്കൽ റീച്ചേഴ്സ്, forgiveness. Twin flame എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. യു ക്യാരി ദ ട്വിൻ ഫ്ലെയിം വിത്തിൻ യുവർ ഹേർട്ട്. ക്രിയേറ്റ് എനർജറ്റിക് ബാലൻസ് ഇൻ യുവർ എനർജി ബോഡി. യു വിൽ ഫൈൻഡ് ദ ജോയ് ഓഫ് ലൈഫ് വിത്തിൻ യു. അതായത് ചില ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ വേറൊരു പേഴ്സണിൽ ഒരു സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെ വേണോ അത് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി. കാരണം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഹേർട്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്മൈല് മതിയായിരിക്കും. ചിലവരുടെ വളരെയധികം അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള ഒരു വ്യക്തികളാവണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് വേറൊരു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ എനർജി പ്രകാരം എന്ന് പറയുന്നത് ഒരു ടൈം അത്രയും അല്ലെങ്കിൽ ഒരു സ്നേഹം മാത്രം ആഗ്രഹിച്ച ഒരു സമയത്ത് നിങ്ങളെ എത്രത്തോളം ആ ഒരു പേഴ്സൺ ഹേർട്ട് ചെയ്തു അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ നിങ്ങൾക്കവിടെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണിക്കുന്നത്. കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും അൺറിസോൾവ്ഡ് വോൺസ് ആൻഡ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ആ ഒരു പേഴ്സൺ വഴി ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വീണ്ടും വീണ്ടും അത് ഓർമ്മ വരിക, അതുപോലെ തന്നെ അത് മറക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ വിചാരിച്ച് ഇനി ആ ഒരു പേഴ്സണെ വേണ്ട എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുക. ചില ആൾക്കാർ മാത്രമാണ് കുറച്ചും കൂടി ചാൻസ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നിച്ച, അതായത് സ്വപ്നത്തിലൊക്കെ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു നല്ല മൊമെൻറ്റ്സ് ഓർക്കുക, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സണും ഫാമിലിയുമായിട്ടുള്ളതൊക്കെ ഓർക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ഇതൊരു ട്വിൻ ഫ്ലെയിം ടെലിപ്പതി പോലെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുമ്പോൾ അതേ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്കും വരുന്നതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ഏഞ്ചൽസ് നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. അതൊക്കെ അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈനാണ്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ എടുത്തതാണ് ശരി, ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു റിലേഷൻഷിപ്പിനോ ഒരു പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ പോയാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഓപ്പോസിറ്റുള്ള ആൾക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ അടിയറവ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ടൈം. ഓക്കെ, കാരണം ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു പേഴ്സണും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹം ജെന്യൂൻ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അത്രയും അത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളെടുക്കുന്ന എന്ത് തന്നെ തീരുമാനമാണെങ്കിലും അത് നിങ്ങൾക്കും കൂടി
ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് കാർഡ്സ് പറയാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു പേഴ്സൺ വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ പാസ്റ്റിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു നിങ്ങളെ റിലേഷൻഷിപ്പിലൊരു വേദനിപ്പിച്ച കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാകുന്നുണ്ട്, അതായത് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൈഫിൽ വേണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇവിടെ തീരുമാനം എടുക്കാം, കാരണം നിങ്ങളാണ് സഫർ ചെയ്തത്, നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇനി പേഴ്സൺ ഇല്ലാതെ വേണ്ട അല്ലെങ്കിൽ പറ്റില്ല എന്നാണെങ്കിൽ വേണ്ട, ഒരു ക്ലോസ്ഡ് ഡോറാണ്, അതങ്ങനെ അടച്ചു തന്നെ ഇരിക്കട്ടെ, അങ്ങനെ അത്രത്തോളം നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു ശരിക്കും എന്ന് പറയുന്ന കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഒരു സാഹചര്യമാണ്. ആ ഒരു പേഴ്സണെ വിശ്വസിച്ചു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ രീതിയിൽ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു രീതി, അതായത് നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു നല്ലൊരു മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യം കൊണ്ടോ ഒരു ഇപ്പം നോ കോണ്ടാക്റ്റിലേക്കോ ഇപ്പോഴുള്ള ഒരു ഡിസ്റ്റൻസിലേക്കും വഴുതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത്. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ, വാട്ട് ഈസ് ദ ഗൈഡൻസ് ഫോർ മൈ പേഴ്സൺ? 9 of Cups, okay. The Page of Swords, the World card, okay. Self love, you hold the key, okay. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് തീരുമാനം ഉണ്ടെങ്കിലും അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിൽക്കുക. അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ദ 9 of Cups സെൽഫ് ലവ് എന്ന് പറയുന്നത് ആൽക്കമി ഓഫ് ഹേർട്ടാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബി ദ വുമൺ വിത്ത് ബ്രെയിൻ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ വുമൺ ആയാലും മെൻ ആയാലും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നോക്കി കാണുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സൈക്കിൾ, കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പായി പോയിട്ടുണ്ട്. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് വേണം, അതായത് എന്ത് വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുക്കാനുള്ള നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം റീസെൻ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അവിടെ നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.